സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാർ ബന്ധമുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിൽ എതിർപ്പില്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അല്ല, അത്ഭുതമില്ല. എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിൽ പോകുമെന്ന് പറഞ്ഞയാളല്ലേ. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുക സ്വാഭാവികം തന്നെ. ആകെ ബാക്കിയുള്ളത് ഒരു സംശയം മാത്രമാണ്. KPCC ഓഫീസ് കാവി പെയിൻ്റ് അടിച്ച് എന്നാണ് മാരാർജി ഭവൻ എന്ന ബോർഡ് തൂക്കുക? അല്ലെങ്കിൽ തന്നെ ഇന്ദിരാഭവനിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്ര പേർ ബാക്കിയുണ്ടാവുമെന്ന് കണ്ടറിയേണ്ടതാണ്. കേരളത്തിൽ SFIയും DYFIയും അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളും ഇടതുപക്ഷവും സംഘ അജണ്ട നടപ്പാക്കുന്ന ഗവർണർക്കെതിരെ പോരാട്ടം കടുപ്പിക്കുമ്പോഴാണ് ദേശീയ തലത്തിൽ സംഘപരിവാറിനെതിരെ വലിയ പോരാട്ടം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രസിഡന്റ്, അതായത് KPCC പ്രസിഡന്റ് കെ സുധാകരൻ കാവ്യവൽക്കരണത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് കെ സുധാകരൻ്റെ ഗവർണർ അനുകൂല പരാമർശം. ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കുന്നു? BJP അനുകൂല ആളുകളെ നോമിനേറ്റ് ചെയ്തതിനെ എതിർക്കുന്നില്ല. അതിലെന്താണ് തെറ്റുള്ളത്? അവിടെയും നല്ല ആളുകളുണ്ട്, അവരെ എടുക്കാം. അതിലെന്താണ് തടസ്സം? സംഘപരിവാറിൽ നല്ലവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിൽ എതിർക്കില്ല, സുധാകരൻ പറഞ്ഞു. ഗവർണറുടെ തീരുമാനങ്ങൾ എന്തു തന്നെയായാലും എതിർക്കില്ല എന്ന് വ്യക്തമാക്കിയ KPCC അധ്യക്ഷൻ ലിസ്റ്റിലുള്ളവരുടെ യോഗ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. ഇതാദ്യമല്ല കെ സുധാകരൻ RSS അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്. മുൻപ് RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹം ഇതല്ല ഇതിനപ്പുറവും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നുഴഞ്ഞു കയറൽ എന്നത് RSS അജണ്ടയാണെന്നറിയാത്ത ആളല്ല കെ സുധാകരൻ. ആദ്യം സെനറ്റ്, പിന്നെ സിൻഡിക്കേറ്റ്, പിന്നീട് ഒരു കരിക്കുലം കമ്മിറ്റി, തുടർന്ന് RSS ആഗ്രഹിക്കുന്ന സിലബസ്, സംഘപരിവാറിന് നുഴഞ്ഞുകയറ്റവും തുടർന്നുള്ള ലക്ഷ്യങ്ങളും. ദീർഘകാല പദ്ധതികളാണ്. അത്തരം പദ്ധതികൾ മുളയിലേ നുള്ളുക എന്നത് എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളുടെയും കടമയാണ്. ദൗർഭാഗ്യവശാൽ വോട്ടും സീറ്റും അധികാരവും മാത്രം ലക്ഷ്യമിടുന്ന കേരളത്തിലെ ഖദർദാരികൾക്കിതൊന്നും ബാധകമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫാസിസത്തെ എതിർക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ RSSന് പാദസേവ ചെയ്യുന്നു. കോൺഗ്രസിലോ UDFിലോ മറ്റ് ഘടകകക്ഷികളിലോ നട്ടല് പണയം വെക്കാത്ത ആണുങ്ങളുണ്ടെങ്കിൽ കെ സുധാകരനോടൊന്ന് ചോദിക്കുക, താങ്കൾ KPCC പ്രസിഡൻ്റാണോ അതോ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണോ എന്ന്.